കല്യാപ്പൽ കടവീരൻ നരയ്ക്കുവൻ അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കാപഴുത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ എന്നും പാകമായില്ലേ നിന്റെ കൈ പിടിച്ചിടാൻ അല്ലിയാമ്പൽ കടലില് നരയ്ക്കൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. ഹായ് മക്കളെ, അപ്പോഴ് ഇന്ന് അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോഴേ അമ്മ ഇന്ന് രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കുകയാണേ. കട്ടൻ ചായ കണ്ടോ? അപ്പം എല്ലാ മക്കളും കട്ടൻ ചായ ഒക്കെ കുടിച്ചോ? അപ്പം അമ്മ കട്ടൻ ചായ കുടിക്കട്ടെ. മക്കളെ, അമ്മ രാവിലെ പുട്ട് വിഴുകുവാണ്. രാവിലത്തെ കാപ്പിക്ക് കാണ്ട് പുട്ട് വിഴുകാൻ അടപ്പേ വെച്ച് ഇനി അമ്മ ഒരു ചെറിയ ഒരു മുട്ടക്കറി വെക്കാം. നമുക്ക് ഉള്ളിക്കറി അതിനകത്തോട്ട് നമുക്ക് മുട്ട വിഴുകാനിട്ടിട്ടുണ്ട്. കുറച്ച് 2 കടുകിട്ട് 2 ഉലുവയിട്ട് ഇത് നമുക്ക് വേണ്ട സവാള, ഒരു തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, അത്രയും മതി. കടുവും ഉലുവയൊക്കെ നല്ല പൊട്ടി നമുക്ക് അതിലോട്ട് ഒരു സവാള ഇടാം. പിന്നെ ഈ പച്ചമുളക് ഇടാം. ഇത് രണ്ടും നല്ലോണം മൂക്കട്ടെ. നല്ലോണം മൂക്കട്ടെ കേട്ടോ. അതിലോട്ട് നമ്മൾ പെട്ടെന്ന് മുക്കത്തി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു സവാള അമ്മയും നിർത്തിയേക്കുന്നത്. തക്കാളി കുറച്ച് മതിയൊക്കെ ആവശ്യമുള്ള തക്കാളി കുറച്ച് കൊടുക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ല വഴങ്ങും. പൊടികൾ നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് മൂപ്പിക്കാം. അതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഗരം മസാല ഇത്രയും ഇച്ചിരി കറിയിലുള്ള ഇച്ചിരി ഗരം മസാല മതി. ഇത്ര ഇട്ടിട്ട് ചെറിയ തീയിൽ ആ പച്ചമണം, മുളകുപൊടിയുടെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു തുള്ളി വെള്ളം, ഒരു 2-3 സ്പൂൺ, അല്ലെങ്കിൽ ഒരു കുഞ്ഞി ഒരു 1/4 ഗ്ലാസ് വെള്ളം, അത്രയും മതി. എന്നിട്ട് നമുക്ക് അത് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോഴേ മക്കളെ അമ്മ മുട്ടക്കറിയൊക്കെ വെച്ച് പുട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം അമ്മ പുട്ട് കഴിക്കുകയാണ്. അരിപ്പുട്ട് കണ്ട സോഫ്റ്റ് അരിപ്പുട്ട് ഉണ്ടാകും. അരിപ്പുട്ടും മുട്ടക്കറി അങ്ങോട്ട് ഒഴിച്ച് അരിപ്പുട്ടായിട്ട് നമ്മൾ കഴിക്കുകയാണ്. എല്ലാ മക്കളും രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? അമ്മ കഴിക്കട്ടെ. പുട്ടും മുട്ടക്കറി നല്ല ടേസ്റ്റാട്ടോ. അടിപൊളി, സൂപ്പർ, അടിപൊളി ടേസ്റ്റ്.
അപ്പം എല്ലാ മക്കളും ആഹാരമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ അമ്മയ്ക്കിത് കുറച്ച് അയല കിട്ടിയിട്ടുണ്ട്. കണ്ട, നല്ല സൂപ്പർ വലിയ അയല. അപ്പം അമ്മ ഇതാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. കണ്ടേ, ചട്ടി വെച്ചിട്ടുണ്ട്. അമ്മ ചോറ് വെച്ച് കണ്ട് ചോറ് വെച്ച് പിന്നെ അയലക്കൂട്ടാൻ വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി നമുക്കിത് എണ്ണ ഒഴിക്കാം. ചട്ടിയിലിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് സ്വല്പം കടുകിടാം. നമുക്ക് സ്വല്പം കടുകിട്ട് 2 ഉലുവ ഇടാം. 2 ഉലുവ ഇട്ടിട്ടുണ്ട്. എന്താ, കടുക് ഇട്ട് ഉലുവ ഇട്ട് ഇനി നമുക്ക് ആ ഉലുവയും കടുകും ഒരു പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അമ്മ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, സവാള, പച്ചമുളക്, ഇത് 3 കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ല മൂക്കണം. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ചെറിയ വെയിലാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർക്കണം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് വെക്കാം. കറി വെക്കാം. നല്ല റൂട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിക്കുകയാണ്. കുറച്ച് ഉപ്പ് ഒഴിച്ച് നമുക്ക് സവാളയൊക്കെ കടന്നു വഴറ്റി വരട്ടെ. നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി ചേർക്കാം. അപ്പം നമുക്ക് പൊടികളൊക്കെ എടുക്കാം. പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല അമ്മ. കാരണം മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറി വൃത്തിയാവും. അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടുമാണ് അമ്മേനെ എടുക്കുന്നത് കറിക്ക്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് മുളക്, ഉലുവയും കടുകും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അമ്മ ഇട്ടിട്ടുണ്ട്. ചെറിയ തീയിലൊന്ന് മൂക്കണം. മൂത്ത് അതിനകത്തൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഈ മുളക് പൊടിയൊക്കെ മൂക്കുമ്പോഴേ ഒരു നല്ല കളർ കിട്ടും കേട്ടോ. അത് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ കറിയിലോട്ടൊന്നും ഒരുപാട് എണ്ണയൊന്നും ചേർക്കാനില്ല കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ സ്പെഷ്യൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ കടുക് ഉലുവയും പൊട്ടിക്കാനുള്ള എണ്ണ മാത്രമേ ചേർക്കുന്നു. ഇത് നമുക്ക് അപ്പോഴത്തേന് മീൻ നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഒരു വെള്ളം കൊണ്ട് എടുക്കാം. അപ്പോഴത്തേന് മുളകൊക്കെ മൂക്കും. നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയൊക്കെ ഉപ്പിട്ട് നല്ല കഴുകി വെച്ചെടുക്കുന്നതാണ്. എന്നാലും നമ്മൾ മീനിടാനെടുത്ത് നമുക്ക് ഒന്നുകൂടെ കഴുകണം. അപ്പം മീനൊക്കെ വേണ്ടേ നല്ലവണ്ണം 1-2 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുളകൊക്കെ വെള്ളം മൂത്ത് മുളകറിയുടെ മുളകൊക്കെ നല്ല മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. എണ്ണ കുറവാണ്. നമുക്ക് ഈ എണ്ണ മതി. ഇതിൽ കൂടുതലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട്
ഒന്നേ വറക്കുമ്പുളി, അല്ലെങ്കിൽ നമ്മളെ പിഴിഞ്ഞുപുളി. അമ്മ ഇപ്പം ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിഴിഞ്ഞുപുളിയാണ് കേട്ടോ, വറക്കുംപുളിയല്ല, പിഴിഞ്ഞുപുളിയാണ് അമ്മ ഈ കറിക്കകത്തിന് ചേർക്കുന്നത്. അമ്മ അതിനകത്തോട്ട് പിഴിഞ്ഞുപുളി ഒഴിക്കുക. നമുക്ക് അരപ്പിന് ആവശ്യമായ പിഴിഞ്ഞുപുളി ഒഴിക്കാം. പിഴിഞ്ഞുപുളി ഒഴിച്ച് നമുക്ക് ഈ അരപ്പ് നല്ലോണം തിളയ്ക്കണം, നല്ല വെട്ടി തിളയ്ക്കണം. അപ്പോഴേ ഈ അരപ്പ് നല്ല വെട്ടി തിളക്കട്ടെ കേട്ടോ. അപ്പോഴേ അമ്മയുടെ കറിയൊക്കെ ഇതാ നല്ല വെട്ടി തിളച്ചിരിക്കുന്നു, കണ്ടോ, നല്ല വെട്ടി തിളച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ കറിയിലോട്ട് അയല കഷ്ണങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വെച്ച അയല കഷ്ണങ്ങൾ, നല്ല മുട്ടൻ അയലയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഈ അയലയ്ക്ക് പറയുന്ന പേരെന്ന് പറയുന്നത് കാട്ടയിലയാണ്. നല്ല അടിപൊളി അയലയാണ്. അയല കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം അങ്ങോട്ട് കറിയിലോട്ട് താത്ത് കൊടുക്കാം. അപ്പോൾ കറി കഴിഞ്ഞ് നല്ലോണം മീനിനകത്തൊക്കെ അരപ്പ് പിടിക്കട്ടെ. കണ്ട അയല കഷ്ണം നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അതാണ്ട് അയലക്കറിയെല്ലാം നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുണ്ട് നല്ല സൂപ്പറായിട്ട് വറ്റിച്ചതാ, അടിപൊളി അയലക്കൂട്ടാനാക്കി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറിടാം. അപ്പോൾ അമ്മ ചോറിടുവാണ്. എല്ലാ മക്കളും ചോറൊക്കെ കഴിച്ചോ? അപ്പോൾ അമ്മ ചോറിട്ടെ. ചോറ് നമുക്ക് അതിലോട്ട് നല്ല പുളിശ്ശേരി, ഇന്നലത്തെ പുളിശ്ശേരി ഇരിപ്പുണ്ട്. അതാ അടിപൊളി പുളിശ്ശേരി, നല്ല കുറുക്കി വെച്ച പുളിശ്ശേരി ഉണ്ട്. പുളിശ്ശേരി കുറച്ച് ഒഴിക്കാം. പുളിശ്ശേരി കുറച്ച് ഒഴിച്ച് ഇനി നമ്മൾ അയലക്കൂട്ടം വറ്റിച്ച് വെച്ചില്ലേ, ആ അയലക്കൂട്ടം, നല്ല അയലക്കൂട്ടം വറ്റിച്ചത്, അയലത്തല, നല്ല സൂപ്പർ അയലക്കൂട്ടാണ്. കുറച്ച് ചാറ് അതും എടുത്ത്, പിന്നെ അടമാങ്ങ, രണ്ട് അടമാങ്ങ, അതിൽ നിന്ന് 2 അടമാങ്ങ കഷ്ണം എടുത്ത്, പിന്നെ നമ്മളെ ഉപ്പിലിട്ട അച്ചാറിട്ട അവലോലിക്ക, അത് അവലോലിക്കുന്നുണ്ട്, 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്മയുടെ ഉച്ചഭക്ഷണം. എല്ലാ മക്കളും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? ചോറ്, പുളിശ്ശേരി, അയല വറ്റിച്ചത്, അടമാങ്ങ, അവലോലിക്കച്ചത്. അപ്പം അമ്മ കഴിക്കട്ടെ. നമുക്ക് ഇച്ചിരി ചൂട് അയല എടുത്തിട്ട് ചാറും എടുത്ത് പുളിശ്ശേരി ഇട്ട് നമുക്ക് നെല്ല് സൂപ്പർ കറി, സൂപ്പർ, നല്ല അടിപൊളി അയലയാണ് കേട്ടോ. പുളിശ്ശേരിയും കൊള്ളാം, അയലക്കൂട്ടാനും കൊള്ളാം, സൂപ്പർ. അമ്മ ആളെ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ 4 മണിക്ക് നല്ല സൂപ്പർ ചൂട് കട്ടൻ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തക്കാപ്പം എടുത്തിട്ട് വാഴക്കാപ്പം ഉണ്ടാക്കുവാണ്. നല്ല ചൂടോടെ മുരിച്ചെടുക്കുകയാണ്. അതാണ്ട് ചൂട് വാഴക്കാപ്പം കണ്ടോ? വാഴക്കാപ്പം ഇച്ചിരി മൂത്ത് പോയി, മൊരിച്ചാണ് അമ്മ എടുത്തത്. എന്താ ചൂട് വാഴക്കാപ്പം. അപ്പോഴേ നിങ്ങൾ 4 മണിക്ക് എന്തോ കഴിച്ചത്? അപ്പം അമ്മ ഇത് കഴിച്ചത് കണ്ട് ഈ കട്ടക്കാപ്പിയും കുടിക്കട്ടെ. അമ്മയുടെ രാത്രിത്തെ അപ്പോഴേ അമ്മ രാത്രി ചോറ് കഴിക്കുകയാണ്. കണ്ട ചോറ് ചൂടാക്കി, അമ്മ ചോറാക്കിയിട്ടുണ്ട്. ചൂട് ചോറ്, പിന്നെ കറിയൊക്കെ ഉച്ചത്തെ കറികളൊക്കെ തന്നെ. പുളിശ്ശേരി. എല്ലാ മക്കളും രാത്രി ചോറൊക്കെ കഴിച്ചോ? കണ്ട് നല്ല പുളിശ്ശേരി, അയല വറ്റിച്ച്,
അയില വറ്റിച്ചത്. ഇതാണ് ഇന്ന് രാത്രി അമ്മയുടെ ഭക്ഷണം. ചോറ്, പുളിശ്ശേരി, അയില വറ്റിച്ചത്. അപ്പം അമ്മ കഴിക്കട്ടെ. എല്ലാ മക്കളും ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം നാളെ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.